നമസ്കാരം. ശബരിമല വിഷയത്തിൽ വളരെ ഗൗരവമായി നടക്കുന്ന ഒരു ചോദ്യമാണ് ജയറാം പെടുമോ എന്നുള്ളത്. തീർച്ചയായിട്ടും ജയറാം പെടും എന്നുള്ളതാണ് അതിൻ്റെ സത്യം. ഇനി അറസ്റ്റ് ചെയ്യുമോ, മാപ്പ് സാക്ഷിയാക്കുമോ, സാക്ഷിയാകുമോ, ചോദ്യം ചെയ്യുമോ എന്നുള്ളത് ഡിപ്പെൻസ് ഓൺ അതർ മാറ്റേഴ്സ് എന്നുള്ളതാണ്. അല്ലാതെ ഒരിക്കലും നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റില്ല. പക്ഷേ ഇതിവിടെ ഒരു വലിയ പ്രശ്നം നടന്നിട്ടുണ്ട്. അത് സ്വർണം, അതായത് പാളി അല്ലെങ്കിൽ കട്ടളപ്പാളിയും വാതിലുമൊക്കെ ഉണ്ടാക്കാനുള്ള സ്വർണം പൂശാനെന്ന വ്യാജേന എടുത്തുകൊണ്ട് പോയി മദ്രാസിലും കർണാടകത്തിലും ആന്ധ്രയിലും ഒക്കെ കൊണ്ടു നടന്ന് ബാംഗ്ലൂരിൽ ഒരു അമ്പലത്തിൽ അയ്യപ്പ ക്ഷേത്രത്തിലോ കൊണ്ടു നടന്ന് കറങ്ങി അടിച്ച അവസാനം തിരിച്ചു വന്നപ്പോൾ ചെന്നൈയിൽ നമ്മുടെ ജയറാമിൻ്റെ വീട്ടിലൊക്കെ കൊണ്ടുവച്ച് പൂജയൊക്കെ നടത്തി. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ആ സ്വർണത്തിൽ അവിടെ കൊണ്ടുപോയതും കൊണ്ടുവന്നതുമായ സ്വർണത്തിൽ വ്യത്യാസമുണ്ട്. ബാക്കി വന്ന സ്വർണം പൊടിച്ച് ചെറിയ ചെറിയ പൊടികളായി ഇവരെല്ലാം മേടിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജയറാം പെടാതിരിക്കാൻ പറ്റില്ലല്ലോ. കള്ളം മുതൽ വാങ്ങിച്ച ആളിനെയും അറസ്റ്റ് ചെയ്തല്ലേ കഴിയുള്ളൂ. മാത്രമല്ല, ഉണ്ണികൃഷ്ണൻ ഇനി എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്, ജയറാമിനെ കൂടെ വർഷങ്ങളായിട്ട് ജയറാമിനെ അറിയാം. ഉണ്ണികൃഷ്ണൻ പോറ്റി പല സ്ഥലങ്ങളിലേക്കും ജയറാമിനെ വിളിച്ചു, വെറുതെ ഒരു തമാശയ്ക്കൊരു ജയറാമിനെ കൊണ്ടുപോയതല്ല. ജയറാമിനെ പല സ്ഥലങ്ങളിലും സംഘടനകൾക്കും മറ്റിടത്തുമൊക്കെ ജയറാമിനെ വിളിച്ചു കൊടുക്കാമെന്ന് പറയുകയും അങ്ങനെ പൈസ വാങ്ങാനൊക്കെ ശ്രമിച്ചിട്ടുള്ള ആളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി, ചില്ലറ പോറ്റിയല്ലത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജയറാമുമായിട്ടുള്ള കണക്ഷൻ എന്താണെന്നതിനനുസരിച്ചായിരിക്കും ജയറാമിനെ അറസ്റ്റ് ചെയ്യില്ലെന്ന് അറിയേണ്ടത്. എന്തായാലും തെളിവെടുപ്പിൻ്റെ ഭാഗമായി ജയറാമിൻ്റെ അടുത്ത് വെറുതെ ഒരു മൊഴി എടുത്തതുകൊണ്ട് അത്രയും കഴിയില്ലല്ലോ. നീ വാ എന്ന് വിളിച്ചുകൊണ്ട് പോയി മൊഴിയെടുക്കാൻ കഴിയില്ലല്ലോ. തെളിവെടുക്കണമെങ്കിൽ സ്വാഭാവികമായി അറസ്റ്റ് ചെയ്തല്ലേ കഴിയുകയുള്ളൂ. അപ്പോൾ അറസ്റ്റ് ചെയ്യാനുള്ള എല്ലാ സാധ്യതയുമേ കാണുന്നത്. മാത്രമല്ല, ജയറാം മാത്രമല്ല, ബാക്കിയുള്ള ഒരു നിര ആളുകളുണ്ട്. കാരണം ഈ സ്വർണം വാങ്ങിച്ചവർ ഒരുപാട് പേരുണ്ട്. വാങ്ങിച്ചവരുണ്ടെങ്കിൽ അവരെ എല്ലാം കുറേശ്ശെ പ്രതിപ്പട്ടികയിൽ ചേർത്ത് അവരെ എല്ലാം അറസ്റ്റ് ചെയ്യേണ്ടി വരും. സ്വാഭാവികമായിട്ട് കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യാതിരിക്കാൻ കഴിയില്ലല്ലോ. കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യുമ്പോൾ അടുത്ത ബിനാമിയുണ്ടോ, ഇവർ മറ്റിടപാടുകളുണ്ടോ, ബ്രോക്കർ പരിപാടിയുണ്ടോ, റിയൽ എസ്റ്റേറ്റ് ഉണ്ടോ, എന്തൊക്കെയാണ് ബിസിനസ് എന്നുള്ള എല്ലാം ചുരുളഴിയും. പക്ഷേ ഇനി വേറൊരു തമാശ എന്തെന്നറിയാവോ? ഇപ്പോൾ ഭരണപക്ഷത്ത് മാത്രമേ ഇത് നിൽക്കുന്നുള്ളൂ. പ്രതിപക്ഷത്തെ ആരെങ്കിലും സ്വർണം വാങ്ങിയിട്ടുണ്ടോ? BJP ആയി ബന്ധപ്പെട്ട ഏതെങ്കിലും മുതലാളിയോ RSSകാരനോ അങ്ങനെ ആരെങ്കിലുമൊക്കെ സ്വർണം വാങ്ങിയിട്ടുണ്ടോ എന്നുള്ളതും തെളിയപ്പെടേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ചുരുക്കത്തിൽ കലക്ക വെള്ളം പോലെയായി ഇത് വല്ലാതെ കലങ്ങി തെളിയേണ്ടതുണ്ട്. അയ്യപ്പൻ്റെ സ്വർണം അടിച്ചു മാറ്റി എന്നുള്ളതൊരു കേസ്, അത് പൂശാൻ കൊണ്ടുപോയത് മറ്റൊരു കേസ്, ഇത് പിത്തളയെന്ന് എഴുതിയതൊരു കേസ്, ചെമ്പെന്ന് എഴുതിയത് വേറെ കേസ്, സ്വർണ്ണമല്ല, ഇതെല്ലാത്തിനും പുറമെ സ്വർണം വാങ്ങിയവരുടെ ഒരു കേസുണ്ട്. അതാണ് വളരെ രസകരമായ കാര്യം. സ്മഗ്ലിംഗ് കേസുണ്ട്. അതായത് വിദേശത്ത് കൊണ്ടുപോയി വിറ്റിട്ടുണ്ടെങ്കിൽ വിദേശത്തുള്ള, അപ്പോൾ കുറേ മൂവാറ്റുപുഴയിലുള്ള ഒരു മുതലാളിയുടെ വീട്ടിൽ കൊണ്ടുവച്ചു, അവിടത്തേക്ക് സ്വർണം കൊടുത്തോ ഭക്തർക്കെന്ന് പറഞ്ഞു. അതുപോലെ ഈ അധികം എടുത്ത സ്വർണം, അധികം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കിട്ടിയ സ്വർണം ദേവസ്വം ബോർഡിൽ ആർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്, അത് ഭക്തന്മാർക്ക് ആർക്കൊക്കെയാണ് വിറ്റ് കാശുണ്ടാക്കിയത്, ഇങ്ങനെ ഇതൊരു അധോലോക സംഘത്തിൻ്റെ കേസ് പോലെ എല്ലാ കുരുക്കുകളും അറിയേണ്ടതുണ്ട്. ആ കുരുക്കുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കുരുക്കാണ് ജയറാമിന് വീണിരിക്കുന്നത്. ജയറാം അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ അത്ഭുതപ്പെടാനില്ല. അറസ്റ്റ് ചെയ്യുമെന്ന് 100% നമ്മളിപ്പോൾ പറയുന്നില്ല. പക്ഷേ അത് അടുത്ത ആഴ്ച നമ്മൾ പറയും. ഇതിനെ സംബന്ധിക്കുന്ന ഒരുപാട് വിവരങ്ങൾ നമ്മൾ ശേഖരിച്ചുകൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും ജയറാമിനെ ഇപ്പോൾ മാപ്പ് സാക്ഷിയാക്കാനോ അല്ലെങ്കിൽ ജയറാമിനെ സാക്ഷിയാക്കാനോ ഉള്ള എല്ലാ സാധ്യതയുമാണ് ഇപ്പോൾ. പക്ഷേ അതിനപ്പുറം ഒരു ചോദ്യം ചെയ്യലിലേക്ക് പോകും. ചോദ്യം ചെയ്യലിനപ്പുറമുള്ള ചില സൂചനകൾ ലഭിച്ചാൽ നിർബന്ധമായും ജയറാമിനെ അറസ്റ്റ് ചെയ്തിരിക്കും. അതാണ് കേരളം കാത്തിരിക്കുന്ന അടുത്ത നമ്മൾ ദൈവത്തെ പോലെ കാണുന്ന ആളുകളിൽ ഒരാൾ ജയറാം ആയിക്കൂടാ എന്ന് പറയാനാകുമോ?